ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ലക്ഷങ്ങൾ ചിലവഴിച്ച ഇക്കോ വില്ലേജ് ഇന്ന് കപ്പത്തോട്ടമോ? കരുവാരക്കുണ്ടിൽ അധികൃതരുടെ കടുത്ത അനാസ്ഥ. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ലക്ഷങ്ങൾ ചിലവഴിച്ച് ഒരുക്കിയ ഇക്കോ വില്ലേജ് ഇന്ന് അനാസ്ഥയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. പരിപാലനക്കുറവ് മൂലം ഒരിടത്ത് മണൽ അടിഞ്ഞുകൂടി ഉപയോഗശൂന്യമായപ്പോൾ നാട്ടുകാർ അവിടെ കപ്പകൃഷി ആരംഭിച്ചു. ഇന്ന് ആ കപ്പച്ചെടികൾ വളർന്ന് പന്തലിച്ച് കാടുപിടിച്ച അവസ്ഥയിലാണ്. മാത്രമല്ല, പാർക്കിംഗ് സൗകര്യങ്ങളുടെ ശോചനീയാവസ്ഥയും പരിസരത്തെ മാലിന്യവും സന്ദർശകരെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കാടുപിടിച്ച പ്രദേശം സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറിയേക്കുമോ എന്ന വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. അധികൃതരുടെ കണ്ണിൽപ്പെടാത്ത ഈ വികസന മുരടിപ്പിന് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. ടൂറിസം വികസനം എന്ന പേരിൽ കോടികൾ ഒഴുകുമ്പോൾ ഉള്ള സംവിധാനങ്ങൾ സംരക്ഷിക്കാൻ ആർക്കാണ് മടി? കരുവാരക്കുണ്ട് ഇക്കോ വില്ലേജിനെ വീണ്ടെടുക്കാൻ അധികൃതർ ഇനിയെങ്കിലും കണ്ണു തുറക്കുമോ? ന്യൂസ് ഡെസ്ക്, ന്യൂസ് 99. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.